ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? ഞാൻ ഇന്ന് ഈ മഹാനെ കുറിച്ച് പറയാൻ വേണ്ടി വന്നതാ. കൂട്ടത്തില് വേറൊരു ചേച്ചിക്കും കൂടിയുള്ള മറുപടി ഉണ്ട് കേട്ടോ. ഒരു മനുഷ്യനിക്ക് മതമൊക്കെ നല്ലതാണ്, പക്ഷെ മതഭ്രാന്ത് പിടിച്ചാണ്ടല്ലോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൻ ചെയ്തത് എന്താ അറിയോ? ഇപ്പൊ ഈ ഇടയ്ക്കായിട്ട് മക്കത്ത് വെച്ചിട്ട് ഉംറക്ക് പോകുന്ന സമയത്ത് ആക്സിഡന്റിൽ ഒരു ഫാമിലി മൊത്തം പെട്ടു. അതില് ഒരു 3-4 കുട്ടികൾ ഒരുമിച്ച് മരണപ്പെട്ടു. ആ ഒരു സംഭവത്തിന് അവനിട്ട ഒരു കമന്റ്, സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമന്റ് പോലും എനിക്ക് ഇവിടെ പറയാം എന്റെ നാക്കോ എന്റെ മനസാക്ഷിയോ അനുവദിക്കുന്നില്ല. അത്രയും അറക്കുന്ന വാക്കുകളാണ്. ഇവനൊക്കെ എവിടുന്നാ വന്നതെന്നൊരു പിടുത്തമല്ല. ഇവന്റെ വീട്ടില് കുട്ടികളും മറ്റേ ഫാമിലിയും ഒക്കെ അല്ലേ. ഇതൊന്നും ഉണ്ടാവൂല. അതിന്റെ ഒന്നും വില അറിയാതെ ഏതെങ്കിലുമൊക്കെ അരിച്ചാലില് ജനിച്ചതായിരിക്കും പറ്റുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ആളുകൾക്കേ ഇത് പറയാൻ കഴിയുള്ളൂ. ഈ മക്കളെ കുറിച്ചിട്ട് അവൻ എഴുതിയൊരു കമന്റാണ്. ഡമ്മോ, ഞാൻ ഈ വിഷയം നിങ്ങൾ അത്ര ഊഹിച്ചാൽ മതി. അതിൽ കൂടുതൽ എനിക്ക് പറയാൻ കഴിയൂല. അങ്ങനത്തെ ഒരു വാക്കാണ് അവൻ യൂസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ വീട്ടുകാർക്ക് ക്ഷമയെ കൊടുക്കട്ടെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3-4 കുട്ടികൾ ഒരുമിച്ചിട്ട് അവരിൽ നിന്നുള്ള ഇല്ലാതെ ആയതാണ്. പക്ഷെ ഈ മതം കൊണ്ട് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. ഏത് മതം എടുത്ത് നോക്കിയാലും നന്മയെ പഠിപ്പിക്കുന്നുള്ളൂ. പക്ഷെ അതിലൊക്കെ പഞ്ചായത്തിൽ മതം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. ഏത് ഓല മതം ഇന്നതാണ് എന്നിട്ട് ഓല അതിന്റെ വലിയ ആളുകളായിരിക്കും. ഓല അത്ര മതം പിന്നെ ആർക്കും അറിയില്ല. അജാതി വർഗീയത ഓല് തുപ്പുക. ഇപ്പൊ ജസ്റ്റ് ഒരു സംഗിണി ചേച്ചി പറയണെന്ന് കേട്ടോക്കെ. ഭാരതത്തിൽ മറ്റേത് മതസ്ഥർക്കാണെങ്കിലും പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും ഒന്നും ഒരാക്രമണങ്ങളും കൂടാതെ സൗഖ്യമായിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഹൈന്ദവ ജനത അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തകർ കൃത്യമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ഇവിടുത്തെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തകർ കേട്ടോങ്ങളെ എന്താ പറഞ്ഞറിയോ? അതായത് ഈ പാകിസ്ഥാനായാലും വേണ്ടില്ല, അഫ്ഗാനിസ്ഥാനായാലും വേണ്ടില്ല, ഇവരൊക്കെ ഇന്ത്യനെ എതിർക്കാത്തത് ഈ ഷേവിംഗ് ഏരിയ ഉള്ളത് കൊണ്ടാണ്, സ്വയം ഷേവിംഗ് ഏരിയ ഉള്ളത് കൊണ്ടാണ് എന്നുള്ളത്. അതാണ് ഇപ്പൊ 37 പറഞ്ഞത്. മതം അങ്ങനെ തലക്ക് പിടിച്ച് നടക്കുക. എന്താ ഇതും കൊണ്ട് ഇവര് ഉദ്ദേശിക്കണമെന്ന് അറിയില്ല. എന്നാലോ ഇവരുടെ കണക്കിലുണ്ടല്ലോ, ഇപ്പൊ ഇവര് ഈ UP-യിലായാലും ഗുജറാത്തിലായാലും എവിടെയൊക്കെ ആയാലും ജയ് ശ്രീരാം എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരെ വെട്ടണു, കൊല്ലണു, പീഡിപ്പിക്കണു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി ഒറിജിനലി ശ്രീരാമൻ തന്നെ വന്നിട്ട് ഇവരോട് പറയാണ് എന്ത്, പിന്നെ ഇതൊക്കെ തെറ്റാണെന്ന്. അപ്പൊ ഇവരെന്നെ ഈ ശ്രീരാമന്റെ മുഖത്ത് നോക്കിട്ട് പറയും, സത്യം പറ, നിങ്ങൾ മുസ്ലിം അല്ലേ? അതാണ് ഇവര് ജൻസ്. ഒന്നും ഒരു നന്മ ഒരാൾക്കും അക്സെപ്റ്റ് ചെയ്യൂല, ഇവര് ഒരാൾക്കും അംഗീകരിച്ചും കൊടുക്കൂല. ഇവരാണ് ശരി എന്ന് മാത്രം പറഞ്ഞിട്ട് നടക്കുന്ന ഒരു ടീമാണ്. എന്നാ ഇവരോട് നിങ്ങൾ ഗാന്ധിജി എങ്ങനെ മരിച്ചു വെച്ചാക്കാം? ഓല് പറയും ബ്രോസ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് റോഡ് ക്രോസ് ചെയ്തതാ, അപ്പൊ ഒരു ഓട്ടോറിക്ഷ വന്നിട്ട് ഇടിച്ചു. ഞങ്ങളെ എന്ത് ചെയ്യാനാണ്? ഈ രാജ്യസ്നേഹികൾ കൊന്നതാണെന്ന് ഒരിക്കലും ഓല് സമ്മതിച്ചു തരൂല. ബ്രിട്ടീഷുകാരൊക്കെ ഷൂന് നാക്കുണ്ടായിരുന്നെങ്കിൽ എണ്ണി ഓരോരുത്തരെ ചൂണ്ടിക്കാണിച്ചതെന്ന് പറഞ്ഞിരുന്നു. ഇവനാണ് എന്റെ ഷൂ നക്കിയത്, ഓനാ എന്റെ ഷൂ നക്കിയതെന്ന്. ആ ഇവരാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും മറ്റേ പാകിസ്ഥാനിനെയും അതേപോലെ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ എല്ലാം സംരക്ഷിക്കാൻ വന്ന ആളുകള്. അഫ്ഗാനും പാകിസ്ഥാനും എന്തെങ്കിലും ആയിക്കോട്ടെ, അത് നമുക്ക് നോക്കേണ്ട കാര്യമല്ല. പക്ഷെ ഇന്ത്യയിലെ മറ്റേ മുസ്ലിങ്ങളും ഇന്ത്യയിലെ ക്രിസ്ത്യാനികളും ഇവിടെ ജീവിക്കുന്നത് ഈ സ്വയം സേവികരുള്ളത് കൊണ്ടാണെന്നാണ് ഇപ്പൊ ഇവര് പറയുന്നത്. ആലോചിച്ച് നോക്കണം. എന്താ ഇതിങ്ങനെ മൈക്കിൽ കൂടെ പറഞ്ഞ് ഈ ബോക്സ് കൂടെ നാട്ടിൽ കേൾക്കുന്നുള്ളൊരു ബോധമൊന്നുമില്ല. അങ്ങോട്ട് പറഞ്ഞ് ബുദ്ധിയും വിവരമല്ല ഒന്നിനത് കണ്ടിട്ട് ഞമ്മക്ക് എന്തെങ്കിലും ആയാലും കുഴപ്പമില്ല, പിന്നെ ഈ നാടാണ് പോയാലും കുഴപ്പമില്ല. പക്ഷെ നേരങ്ങത്തിലൊരു എന്താ പറയുക, ചോറ് തിന്നണോ ഒരെണ്ണം, അത് ഇതിന്നൊന്നും കാണാൻ കിട്ടൂല. ഇതിന്റെ ഇടയ്ക്ക് ഒരു സ്വാമിജി വന്നിരുന്നു. എന്തിന്? പിന്നെ മൂപ്പര് പറയാണ് ഗോമൂത്രം എന്ന് പറഞ്ഞാൽ നല്ല പിന്നെ ഔഷധമുള്ളതാണ്, എത്രയൊക്കെയോ മറ്റേ ഔഷധങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്, ചാണകത്തിൽ വേറെ എന്തൊക്കെയോ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ആളില്ലേ നേരെ സ്വർഗത്തേക്കാന്നും പറഞ്ഞിട്ടാ മൂപ്പരാള് വന്നിരിക്കണത്. പക്ഷെ ഇതൊരു TV ഷോ ആയിരുന്നു. ഈ TV ഷോയുടെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആങ്കർ നല്ലൊരു പണിയാണ് കൊടുത്തു. സ്പോട്ടിൽ ഒരു പ്ലേറ്റ് ചാണകം കൊണ്ട് വന്നിട്ട് പറഞ്ഞു, ഇന്നതൊക്കെ ഉള്ളതല്ലേ, നിങ്ങളൊന്ന് അത് കഴിച്ച് കാണിച്ചു സ്വാമിജി എന്ന്. അതിലും അത് പറ്റൂല. അപ്പൊ മോനെ പിന്നെ ചാണകം വറുക്കണം, മസാല കൂട്ടണം, പൊരിച്ചണം, എണ്ണയിലിട്ട് ചൂടുള്ളത്, ഇങ്ങനെയൊന്നും ഞാൻ തിന്നൂല, ഞാൻ ഇന്റെ അടുത്ത തൗത്തില് മാത്രമേ തിന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ ഞാൻ കാണിച്ചു തരാം. ഞാനൊന്നുമല്ല പറയണത്. ആ ഇവരാണ് പിന്നെ മറ്റുള്ളവരെ സംരക്ഷിക്കാനും രക്ഷിക്കാനും. ഇവർ ഇവിടുന്ന് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ അവസ്ഥ എന്താ അറിയോ? उसके भी गुण होंगे, पर वो यहाँ पे अब कहाँ लिबर्टी लिया है हम आपके बीच में। तो ये क्या ये इसको जैसे अगर कोई
आपके जितना जानने वाला नहीं है उसको शुद्ध के बारे में पता नहीं है। आपने कहा गोबर का इस्तेमाल करो, वो उसका इस्तेमाल क्या सौंदर्य प्रसाधन में कर सकता है? शुद्ध देशी गाय, भैंस का नहीं और जल കഴിക്കാൻ പറഞ്ഞപ്പോ കടന്ന് മെഴുകാണേ. പിന്നെ ശുദ്ധ ദേശക്കാക്കരി എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയാലും ഇപ്പൊ ഒരു വന്ന് പെടുകയും ചെയ്തു. അലാക്ക് വർണ്ണനയും വർണ്ണിച്ചു. അവസാനം ഒരു പ്ലേറ്റ് എടുത്ത് വരുന്നു. മറ്റോ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. അതേമാതിരി പ്ലേറ്റ് എടുത്ത് ചെന്ന് കഴിച്ചായിരുന്നു. അപ്പൊ പറയാണ് എനിക്കിത് പറ്റൂല, എനിക്ക് കുറച്ച് ഉപ്പും മസാലയും അതൊക്കെ ഉള്ളത് ഇന്റെ തൗത്തുനിന്ന് ഡയറക്റ്റ് കിട്ടും, അത് ഞാൻ എടുത്ത് കഴിച്ചോളാം, ഇതൊന്നും എന്നെ കൊണ്ട് കഴിച്ചാൻ പറ്റൂല. കേൾക്കണം, ഇതൊക്കെയാണ് ഇവരവസ്ഥ. പിന്നെ എന്താ പിന്നെ നമ്മൾ ഇവരോട് പറയാം? ഈ വർഗീയത ഇങ്ങനെ വളമ്പുക എന്നല്ലാതെ നാടിനോ നാട്ടുകാർക്കോ അതല്ലെങ്കിൽ വേണ്ട സ്വന്തം പെരക്കാർക്കോ കഴിഞ്ഞ് നാടും നാട്ടുകാരിയും കൂടെ ഓല പെരക്കാർക്കുള്ള എന്തെങ്കിലും ഒരു നന്മ ചെയ്ത് ചരിത്രം ഇന്ന് വരെ ഉണ്ടോ? ഇല്ല. ആരെന്ത് പറഞ്ഞാലും പല്ലടിച്ച് ചിരിച്ച, എന്നിട്ട് ആരും കാണാത്തടത്ത് പോയിട്ടിരുന്ന് വർഗീയത വളമ്പുക. ഇങ്ങനെ കുറച്ച് ടീമുണ്ട്. ഇവറ്റക്ക് ബുദ്ധി വന്നാൽ തന്നെ ഇന്ത്യ പകുതിയിലേറെ രക്ഷപ്പെടും. ആലോചിച്ച് നോക്കണം. ഇന്ത്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് 2000 ഇറക്കി. ആ 2000 ഇപ്പൊ എവിടെയെന്ന് പോലും അറിയില്ല. താഴത്ത് കുഴിച്ചിട്ട് ആ ചിപ്പുണ്ട്, എവിടെ കള്ളനോട്ട് ഉണ്ടെങ്കിലും ഞങ്ങളത് പിടിച്ചെടുക്കും. ഇവരെങ്ങനെ അറിയോ? ഇവരൊക്കെ ഒരു വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ ജീവിക്കുന്ന ആളുകളാ. ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ അതാണ് സത്യമാണെന്ന്. ഇനി തലക്ക് വല്ല വെളിവും വേണ്ടേ ഇത് നുണയാണോ സത്യമാണോ എന്ന് അറിയാന്. ഓലെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം എന്താ അറിയോ? ഈ ബുദ്ധിയും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആളുകളെ മാത്രമാണ് ഇവര് സെലക്ട് ചെയ്യണത്. അങ്ങനത്തെ ഓരോ കോളനികള്, അങ്ങനത്തെ ഓരോ ഏരിയ, ഇവിടെയൊക്കെ പോയിട്ട് പല പല ഓഫറും പറഞ്ഞിട്ട് ഇവരിനെ പറ്റിച്ചിട്ട് ഈ പാർട്ടിക്ക് ആക്കുകയാണ്. അതാണ് കേരളത്തിലെ മിക്ക ഇടങ്ങളിലും നടക്കുന്നത്. ഇവരൊക്കെ ഈ BJPയുടെ ഒക്കെ ചില സ്ഥാനാർത്ഥികളത്തേക്ക് നമ്മളൊരു ജീപ്പ് കൊണ്ട് പോയാൽ അപ്പൊ കഞ്ഞിടവെള്ളം വെച്ചുകൊടുക്കും. ഇത് വല്ല പയ്യോ പോത്തോ എന്തെങ്കിലും വെച്ചിട്ട് ആ വണ്ടിയും പോത്തിനെയും തിരിച്ചറിയില്ല, എപ്പോഴും പറ്റൊക്കെ ഓലൊക്കെയാണ് ഇതിന്റെ തലപ്പത്തൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ അപ്പൊ ഓലിന്ന് ഈ വർഗീയത ഈ ബുദ്ധിയില്ലായ്മ അല്ലാതെ എന്താ പിന്നെ? കാരണം ഓലിക്ക് കിട്ടുന്നത് ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി എന്നാണ്. വാട്സാപ്പൊക്കെ കൊടുത്തിട്ട് പിന്നെ അതിലാണ് പറയും ജിന്നതാണ് പറഞ്ഞോന്ന്, അതങ്ങോട്ട് പറയും. അത്ര മതി. വർഗീയത കൊണ്ട് മാത്രം ലോകത്തിൽ ഏറ്റവും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ തുടങ്ങാൻ പറ്റിയ ഒരു കാര്യമാണ് ഒന്ന് ഈ ആൾദൈവം, രണ്ടാമത്തേത് വർഗീയത. ഇതൊക്കെ പ്രത്യേകിച്ച് ഒരു ചെലവുമില്ല. എന്നാ കിട്ടണതോ ഭയങ്കര വരുമാനമായിരിക്കും. അപ്പൊ അത് കിട്ടിപ്പടിഞ്ഞാണ്ടല്ലോ പിന്നെ ഉസുറും പുളിയൊന്നും ഉണ്ടാവൂല, പറഞ്ഞോണ്ടിരിക്കും എത്ര വേണമെങ്കിലും. ആരും പേടിക്കണ്ട. അല്ലെങ്കിൽ എന്നെ ഓർത്ത് നോക്ക്, ഹിന്ദു ക്രിസ്ത്യാനി മുസ്ലിം ആരുടെ ഈ ബ്ലഡ് ഇങ്ങനെ ഇവിടെ കീറിയ ചുവപ്പ് ബ്ലഡ് അല്ലേ വരുന്നേ? ഒരാൾക്ക് പച്ച, ഒരാൾക്ക് ചുവപ്പ്, ഒരാൾക്ക് ഓറഞ്ച്, കാവി കളർ, ഇങ്ങനെയൊക്കെ വരുന്നേ. അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഇവര് പറഞ്ഞതിലും ഈ കാണിക്കണിലും ഒക്കെ നല്ല എന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് വിചാരിക്കാം. ഇവർക്ക് പറ്റിയ കുറച്ച് ടീമുണ്ട്. ആ ഫസല്, ജസ്ന, പിന്നെ അതേമാതിരി ആരിഫ്, RP ഹുസൈന്, ജബ്ബാർ, പിന്നെ അതേമാതിരി ഹാമിദ്. അങ്ങനെ ഇങ്ങനത്തെ ഹാമിദാന്റെ ഇപ്പടുത്തേതോ ഒരു 77 വയസ്സിലെ കിളവനെ കെട്ടാൻ നിന്നീത്തരെ എന്തിന്? പെൻഷൻ ഇങ്ങോട്ട് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോ ഇങ്ങനത്തെയൊക്കെ ബുദ്ധി കൊണ്ടും ഇങ്ങനത്തെയൊക്കെ ചിന്താഗതി കൊണ്ടും ജീവിക്കുന്ന ഇവരൊക്കെ നമ്മള് ഒരു ഉപദേശം കൊടുത്ത് നന്നാക്കുക എന്നുള്ളതിനേക്കാൾ നല്ലത് ഒരു മങ്കിയെ ഇരുത്തിയിട്ട് അതിനെ പഠിപ്പിച്ച് ഡോക്ടറാക്കുക. എന്നാ കുറച്ചെങ്കിലും ഒരു മെനുണ്ടാവും. ഇവരൊക്കെ നന്നാക്കാൻ നടന്ന പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കുടുംബം കുട്ടികളും മക്കളുമായി ജീവിക്കേണ്ട ഒരുത്തം സൗദിയിലേക്ക് ജോലിക്ക് പോയിക്കുക. എന്നിട്ട് ആ മണ്ണിൽ ഇരുന്നിട്ടാണ് അതേ മണ്ണിൽ മരണപ്പെട്ട ഈ കുഞ്ഞു മക്കളെ ഓന് ഇത്രയും അധപ്പതിച്ച നാക്കും കൊണ്ട് ഓനെ പറഞ്ഞത്. ആ പറഞ്ഞത് എന്തായാലും എന്നെ കൊണ്ട് പറയാൻ കഴിയൂല. കാരണം എന്താ അറിയോ? എന്റെ മനസ്സ് അത്ര വലിയ കട്ടിയൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് വീഡിയോ ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഇത് എങ്ങനെ ചെയ്യും? ഇവൻ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പറയാനുള്ളൊരു മനക്കട്ടി എനിക്കില്ലേനും. എന്തായാലും സംഭവം സൗദി പോലീസ് ഇവനെ പൊക്കിക്കണു. സൗദി പോലീസ് പൊക്കിയെന്ന് മാത്രമല്ല, ഇനി പുറലോകം കാണാൻ കുറച്ചൊന്ന് കെണിയേണ്ടി വരും. ഓന്റെ സ്ഥിരം മാപ്പ് പരിപാടിയൊന്നും അവിടെ നടക്കൂല. നല്ലോണം കിട്ടും. ചൂരലും കൊണ്ട് ഒരു ദിവസം ഇത്ര അടി വെച്ചിട്ട് നല്ല പെടപെട്ടും. ഇനി അതല്ല, ഇതൊക്കെ കഴിഞ്ഞ് അവനക്ക് ആയുസ് ബാക്കിയുണ്ടെങ്കിൽ ഓന് ഏതെങ്കിലും കാലത്ത് ഓൻ പുറത്തിറങ്ങും. അതായത് എന്തായാലും ഒരു 10-20 കൊല്ലത്തിന് നോക്കണ്ട, ആ പരുവത്തിലാക്കും. ഇന്ത്യത്തെ മാതിരിയുള്ള വർഗീയത മറ്റേ കാര്യങ്ങളൊന്നും ഇവിടുന്ന് ഇന്ത്യയുടെ പുറത്തുനിന്ന് വിട്ട നടക്കൂല. വെവ്വരണ്ടറി അത് ഏത് തലക്ക് കെട്ടുപിടിച്ച
സംഖ്യ ആണെങ്കിലും ശരി, കൃസംഖ്യ ആണെങ്കിലും ശരി, ഇനിയിപ്പോ മറ്റേ ഇതിനൊക്കെ വർഗീയത ഉണ്ടാക്കണം. അപ്പൊ എല്ലാത്തിലും ഉണ്ടല്ലോ, മുസ്ലിമിലും ഉണ്ട്, മറ്റിലും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. മുസ്ലിങ്ങളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനക്കൊരു ഫാത്തിഹ സൂറത്ത് പോലും ഓതാറിയില്ല. എന്നാലോ ഓനൊക്കെ ദീനും ഓനൊക്കെ മറ്റുള്ള തെറി വിളിച്ചിട്ട് കണ്ടാൽ തോന്നും. ഇവന്റെയൊക്കെ വിചാരം കമന്റ് ബോക്സിലൊക്കെ തെറി വിളിച്ച്, അതല്ലെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ മറ്റുള്ള മതങ്ങളെ പരിഹസിക്കുക, പുച്ഛിക്കുക, തെറി വിളിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവലൊക്കെ നേരെ സ്വർഗത്തിലാ. കാരണം ഇവലെയും കൊണ്ട് ഇനി സ്വർഗത്തേക്ക് നമുക്ക് ചാൻസേ ഉണ്ടാവില്ല. ഇവലൊക്കെ നേരെ സ്വർഗത്തേക്കാ. അത്രക്ക് ചെയ്ത് കൂട്ടുന്നുണ്ടല്ലോ ഇവരൊക്കെ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇവനെ പൊക്കിന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് പാതി സമാധാനമായി. ഇനിയുള്ളത് സൗദി പോലീസല്ലേ, ഓലിക്കത് ഭംഗിയായി ചെയ്യാനറിയും. അപ്പൊ എത്ര ആളുകൾ നിങ്ങളെ കൂട്ടത്തിലോ നിങ്ങളെ ഫോളോ ലിസ്റ്റിലോ ഉണ്ടെങ്കിൽ ശരി, ഒഴിവാക്കി വിടുക. ഒരിക്കലും വരെ കൺമുന്നിൽ പോയി നമ്മളെ മക്കളോ പെടരുത്. ഇത് നല്ലൊരു മെസ്സേജ് ആയിട്ട് സ്വയം ചിന്തിക്കുക. നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ച എത്ര ജീവിക്കുക, 60 70 മാക്സിമം പോയ 80. അതന്നെ ഇപ്പോ 30ന്റെ മോൾക്ക് ഫുള്ള് ബോണസാ ഒരു മനുഷ്യന്റെ ആയുസ്. ആ സ്ഥാനത്ത് ഈ 60 70 കൊല്ലം ജീവിച്ച് എന്തിനാ മറ്റുള്ളവരുടെ മതത്തെയോ മറ്റുള്ളവരുടെ നിറത്തെയോ ഒക്കെ ഇങ്ങനെ പരിഹസിച്ചും കൊണ്ടും പുച്ഛിച്ചും കൊണ്ടും അവനാണ് എങ്ങനെ വേണേലും ജീവിച്ചോട്ടെ. സമൂഹത്തിൽ പറ്റിക്കുന്നതും തെണ്ടിത്തരം കാണിക്കുന്ന ഒരാൾക്കെതിരെ നിങ്ങൾ സംസാരിക്കണ വെച്ചെങ്കിൽ 100 പേര് നിങ്ങളെ പുറകെ നിൽക്കും. ഇതൊന്നും അറിയാത്ത പിഞ്ചു മക്കളെ കുറിച്ചിട്ടും പ്രായമായവരെ കുറിച്ചിട്ടും ഒക്കെ ഈ സൈസ് നാറിയ വർത്താനം പറഞ്ഞുകൊണ്ടും മതം എന്തിനാണ് നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ മതം? നിങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയ മുതലൊന്നും ഇവിടെ വെച്ച് പോകരുത്. മരിച്ചു പോകുമ്പോ നേരെ കുഴിക്ക് ഇട്ടിട്ട് അതും കൊണ്ട് പോയിക്കൊള്ളുണ്ട്. ഇവിടെ ഇങ്ങനത്തെ ഒരു മുതലും വേണ്ട. ഈ വർഗീയതയും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മുതലും. നാളെ നിങ്ങൾക്ക് തന്നെ ഇതിന്റെ തെറ്റും ശരിയും പരിപൂർണമായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് ഇജാതി ആളുകളൊക്കെ നിങ്ങളെ ഏതെങ്കിലും ചെറിയൊരു അറിവിലുണ്ടെങ്കിൽ ഇന്നേ ഒഴിവായിക്കൊള്ളുണ്ടോ. അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു നന്മയാണ്. അപ്പോ ഓക്കെ.